ഇപ്പം ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും ഒക്കെ ഔട്ടായ ആൾക്കാർ അവർ തന്നെ അങ്ങ് പറയുക, ഞങ്ങൾ ഡിസർവിങ് ആയിട്ടല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങളവിടെ നിൽക്കാൻ ഡിസർവിങ് ആയിരുന്നു, ഞങ്ങളുടെ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഫെയർ ആണെന്ന് ഈ ഒരാഴ്ചയും 2 ആഴ്ച ഔട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാർ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്നുള്ള ആ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് മനസ്സിനെ അവർ പാകപ്പെടുത്തിയിട്ടില്ല. ഇന്നാൾ പറഞ്ഞു ഞങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു, ഇന്നാൾ പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇത് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ആ വ്യക്തികളെ, ഔട്ടായ ആൾക്കാരെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നുള്ള സത്യം, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഔട്ടായതെന്നുള്ള ആ സത്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ എക്സ് കണ്ടസ്റ്റൻറ്റുകൾ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി കളിച്ചിട്ടില്ല, നിങ്ങൾക്ക് പ്രേക്ഷകരെ ഇഷ്ടമല്ല. ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നിന്നേനെ. അതൊരു മനസ്സിലാക്കണം. അതായത് നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് ഓഡിഷനിലൂടെയും നിങ്ങൾക്ക് എല്ലാ എക്സ്പെൻസും തന്ന് അവിടെ നിർത്തിയിട്ടുള്ള ആ ചാനലിനെയും ആ കമ്പനിയെയും മോശപ്പെടുത്തുന്നതായിട്ടല്ലേ അതിൽ നിന്നും നിങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആണ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപ് ഇപ്പം ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ ആയിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര ദൈവതുല്യവും, നിങ്ങളെ എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആയെന്നുള്ള രീതിയിൽ പറയുമ്പം അത് ആ കമ്പനിയെ മോശപ്പെടുത്തുന്നതല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 6 കാര്യം. സീസൺ 6 വിന്നർ എന്ന് പറയുന്നത് ജിൻഡോ ആയിരുന്നു. ആ ജിൻഡോയുടെ വിജയത്തിനെ, ജിൻഡോയുടെ മത്സരത്തിൽ പങ്കെടുത്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിചിത്രമായ ആ ഒരു കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം PR കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. PR കൊടുക്കണം. PR കൊടുക്കാതെ ജിൻഡോയെ പോലെ അത്രയും ഒരു സെലിബ്രിറ്റി നിലയിലല്ലാത്ത ഒരാളെ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കും? അപ്പോൾ നിങ്ങൾ PR കൊടുക്കാതെ, മറ്റുള്ളവർ PR കൊടുക്കാതെ പോയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണോ? പിന്നെ PR കൊടുത്തതുകൊണ്ട് മാത്രം PR കൊടുത്തു, ആ പുള്ളി അവിടെ പോയി കാണിക്കുന്ന മൊത്തം തോന്നിവാസമാണെങ്കിൽ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അത് കാണത്തില്ലേ? അദ്ദേഹത്തിന് അപ്പം തന്നെ വെളിയിൽ ഇത് എത്രയോ എക്സാമ്പിളുകളുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് കിടന്ന് പോകൃത്തരം കാണിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഓരോ വീക്കിലും എവിക്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ അവിടെ ഇത്രയും പോകൃത്തരം അല്ലെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് അത് കാണാൻ കണ്ണില്ലേ? അദ്ദേഹത്തിൻ്റെ വിജയത്തിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഞാൻ ജിൻഡോയുടെ ഫാനൊന്നുമല്ല, ഒരു വോട്ട് പോലും ഞാൻ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ജനറലൈസ് ചെയ്ത് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇദ്ദേഹം ഒരു മണ്ടനാണ്, പൊട്ടനാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഒരു വ്യക്തിയെ മണ്ടൻ എന്ന് വിളിക്കുന്നത്. വീഡിയോ വേണമെങ്കിൽ ഞാനിടാം. മനസ്സിലായോ? ആൾക്കാർ വെറുതെ വന്ന് മണ്ടൻ എന്ന് വെച്ചാൽ അത്രയും ഒരാളെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പോലും ഈ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാർ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. പൊട്ടൻ, മണ്ടൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ആ പറയുന്നവരെ അല്ല, ഇങ്ങനെ ഇദ്ദേഹത്തെ വിളിക്കുന്ന